നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസ്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. നടൻ പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. സിനിമയിലെയും വിദേശത്തെയും സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 2022 5 സിനിമ നിർമ്മാണ കമ്പനികളുടെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനകളുടെ തുടർച്ചയാണിതെന്നാണ് വിശദീകരണം. ഓവർസീസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് ആന്റണി ഈ മാസം അവസാനത്തോടെ വ്യക്തത വരുത്തേണ്ടത്. പാർട്ടിയെ നയിക്കാൻ എം എ ബേബിയെ CPIM ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ശുപാർശ പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു. ഇന്ന് രാവിലെ ചേർന്ന കേന്ദ്ര കമ്മിറ്റിയിലാണ് ശുപാർശ അംഗീകരിച്ചത്. പ്രകാശ് കാരാട്ടാണ് എം എ ബേബിയുടെ പേര് നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചത്. EMSന് ശേഷം ജനറൽ സെക്രട്ടറി ആകുന്ന മലയാളിയാണ് എം എ ബേബി. ജീവനക്കാരി ഉൾപ്പെടെ 3 പേർ MDMAയുമായി തിരുവനന്തപുരത്ത് അറസ്റ്റിൽ. 52 ഗ്രാം MDMAയുമായി 3 പേരെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഡാൻസ് ഓഫ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള കോളേജുകളിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന MDMA ആണ് പിടികൂടിയത്. കഴക്കൂട്ടം സ്പായിലെ ജീവനക്കാരി അഞ്ജുവും സുഹൃത്തുക്കളായ ജെഫിനും ഉമേഷുമാണ് പിടിയിലായവർ. സ്പാ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ച പോലീസാണ് ഇവരെ ബംഗളൂരുവിൽ നിന്ന് പിന്തുടർന്ന് പിടികൂടിയത്. പിടിയിലായവർ ലഹരി മാഫിയയുടെ സ്ഥിരം കാരിയേഴ്സ് ആണെന്നാണ് വിവരം. വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ബില്ല് നിയമമായി. പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത എതിർപ്പിനിടെയാണ് ഇരു സഭകളിലും കഴിഞ്ഞ ദിവസം വഖഫ് ബിൽ പാസാക്കിയത്. വഖഫ് ബില്ലിലൂടെ മുൻപത്തെ താൽക്കാലിക വിജയം നേടി BJP. മന്ത്രി V അബ്ദുറഹിമാൻ. രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമമാണ് BJP വഖഫ് ബില്ലിലൂടെ സാധ്യമാക്കിയതെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ. ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ജനം US തെരുവിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ജനങ്ങളുടെ പ്രതിഷേധം അരങ്ങേറുകയാണ്. കൂട്ടപ്പിരിച്ചുവിടലും തീരുവ യുദ്ധങ്ങളും തുടങ്ങിയ നയങ്ങൾ അമേരിക്കയെ തകർക്കുമെന്നാണ് സമരക്കാർ പറയുന്നത്. ട്രംപ് ഭരണകൂടം ജനാധിപത്യ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുകയാണ് എന്നും അവർ പറയുന്നു. ഗാസയിൽ കനത്ത ആക്രമണം തുടരുന്നു. ഖാൻ യൂനിസിൽ നടത്തിയ ആക്രമണത്തിൽ മരണം 8 അതേസമയം ആരോഗ്യ പ്രവർത്തകരെ വധിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച് IDF രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ ഗാസയിലെ 2/3 ഭാഗവും ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. വലിയ പ്രദേശങ്ങളെ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കുകയും നിർബന്ധിത ഒഴിപ്പിക്കലിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. IPL അപ്ഡേറ്റ്സ്. രാജസ്ഥാന് മിന്നും ജയം. IPLൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാന് പഞ്ചാബ് കിങ്സ് 11-നെതിരെ 50 റൺസിന്റെ മിന്നും ജയം. 206 റൺസ് വിജയലക്ഷ്യമാക്കി ഇറങ്ങിയ പഞ്ചാബ് കിങ്സിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. സൈനിങ് ഓഫ് കൃഷ്ണഗീത. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.